വയനാട് പുനരധിവാസ ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് വൈകുന്നത് പ്രതിസന്ധിയാകുന്നു. ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ അന്തിമ ലിസ്റ്റ് 2 മാസം പിന്നിടുമ്പോഴും പുറത്തുവിടാനായിട്ടില്ല. 200ഓളം അപ്പീലിൽ ഹിയറിംഗ് നടക്കുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 3 ലിസ്റ്റുകളിലായി ആകെയുള്ളത് 402 ഗുണഭോക്താക്കളാണ്. ലിസ്റ്റുകൾ പുറത്തു വന്ന ശേഷം പരാതികൾ കൂടി പരിഗണിച്ചുള്ള അന്തിമ ലിസ്റ്റ് ഏപ്രിൽ 20 പുറത്തുവിടുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം അറിയിച്ചത്. എന്നാൽ 2 മാസം പിന്നിടുമ്പോഴും അപ്പീലിലുള്ള ഹിയറിംഗ് പുരോഗമിക്കുകയാണെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ജില്ലാ ഭരണകൂടം നൽകിയതും സർക്കാരിന് നേരിട്ടും ലഭിച്ച 200ഓളം അപ്പീലുകളിലുള്ള ഹിയറിംഗാണ് പുരോഗമിക്കുന്നത്. എന്നാൽ അന്തിമ ലിസ്റ്റ് അനന്തമായി വൈകുന്നത് ടൗൺഷിപ്പിനും ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുരന്തബാധിതർക്കും ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ദുരന്തബാധിതർക്ക് സന്നദ്ധ സംഘടനകൾ വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ടൗൺഷിപ്പിലെ വീട് ആഗ്രഹിക്കുന്നതിനാൽ പലരും സ്വീകരിച്ചിട്ടില്ല. സർക്കാർ തീരുമാനം നീണ്ടുപോയാൽ സന്നദ്ധ സംഘടനകളുടെ വീട് കൂടി നഷ്ടപ്പെടുമോ എന്നതാണ് നിലവിലെ ആശങ്ക. ഓളം വീടുകളാണ് ടൗൺഷിപ്പിൽ സർക്കാർ നിർമ്മിക്കുന്നത്. പുറത്തു വന്ന 3 ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നുമായി 402 ഗുണഭോക്താക്കളിൽ നിന്ന് 107 പേർ ടൗൺഷിപ്പിന് പുറത്ത് വീട് മതിയെന്ന് സമ്മതപത്രം നൽകി. ഇതോടെ 300-നടുത്ത് മാത്രമാണ് ടൗൺഷിപ്പിൽ ഉൾപ്പെട്ടവർ. ഇതിനാൽ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയുടെ സമീപത്തുള്ള പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, മുണ്ടക്കൈയിലെ ചില കുടുംബങ്ങളടക്കം കൂടുതൽ പേരെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ഗവൺമെന്റ് ഇപ്പോൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം ദിനപത്യായിട്ട് 2188 പേർക്ക് 9,000 വെച്ച് കൊടുത്തിരുന്നു. അത് പിന്നെ ഇപ്പം 9 മാസത്തോട് നീട്ടിയിട്ട് 1117 പേർക്കും കൂടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റിൽ വരാത്ത കുറച്ച് ആളുകൾ, ഇപ്പോൾ മുണ്ടക്കൈ ആണെങ്കിലും ശരി, പടവെട്ടിയാണെങ്കിലും ശരി, റാട്ടപ്പാടി ആണെങ്കിലും ശരി, പുതിയ വില്ലേജിൽ കുറച്ച് പേര്, അങ്ങനെ എല്ലാവരും കൂടി ഏകദേശം 100-ന്റെ അടുത്ത ആളുകളേ ഉള്ളൂ. അപ്പോൾ ഈ 47 പേര് 107 പോയി മാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയുന്ന 450 വീടിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നവർക്ക് 15 ലക്ഷം വീതം ധനസഹായം വിതരണം ചെയ്യാൻ സർക്കാർ ഉത്തരവാകുമ്പോഴും ഗുണഭോക്താക്കളുടെ അന്തിമ ലിസ്റ്റ് വൈകുന്നതിലാണ് ആശങ്ക. ഹിയറിംഗ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ലിസ്റ്റ് പുറത്തുവിടുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം, വയനാട്.